എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമല്ല. ഞാനീ പോകുന്ന വഴി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഇവള് ഏത് കാട്ടുമുക്കിലാന്നൊന്നും. സത്യം പറഞ്ഞാ കാട്ടുമുക്ക് തന്നെയാന്ന്. പിന്നെ നാടെന്ന് പറയുമ്പോൾ കുറച്ച് കാടൊക്കെ വേണ്ടേ. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ റബ്ബർ ഷീറ്റ് അടിക്കുന്ന വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റബ്ബർ ടാപ്പിങ്ങിന്റെ വീഡിയോ ചെയ്യാമോന്ന്. അപ്പൊ അവർക്ക് വേണ്ടി ഇറങ്ങിയത് തന്നിട്ടോ. സംഭവം ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെ എന്തായാലും അച്ഛനടി ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഒരു വഴിയാക്കാം. ഇതിന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ വന്നിട്ടോ. ഇത് കണ്ടോ, പാല് കണ്ടോ? ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് കുറച്ച് കുറവാണ് പാല്. ഇത് ആളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേഗം പോയി ചോദിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൊച്ചുകളെന്ന അച്ഛന്റെ കൂടെ തന്നെ നടക്കുന്നേന്ന്. വേറൊന്നുമല്ല, അച്ഛൻ നടക്കുമ്പോ ഈ പ്രാണികളൊക്കെ പൊങ്ങുമല്ലോ ഈ ചപ്പിന്റെ ഇടയിൽ നിന്ന്, അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ നടക്കുന്നത്. കാണാൻ നല്ല തൂവെള്ള പാലല്ലേ, പക്ഷെ ഇത് കൈക്കോ തലക്കോ കണ്ണിനോ എവിടെ ആയാലും അത് പോകാൻ പെടുന്ന പാട് ഒരിക്കൽ എൻ്റെ അമ്മേന്റെ തലയിലും പറഞ്ഞിട്ടുണ്ട്. ആ മുടി അങ്ങ് മുറിച്ച് കളയേണ്ടി വന്ന്, അത്രയും അവസ്ഥയാണ്. ഇതാണ് എൻ്റെ തറവാട്. പണ്ട് നമ്മളൊക്കെ നിന്നത് ഇവിടെയായിരുന്നു. നേരെ ഇവിടെ ഫുൾ കശുമാവായിരുന്നു. പിന്നെ 10 വർഷം മുന്നേ കശുമാവൊക്കെ വെട്ടി ഇവിടെ ഫുള്ള് റബ്ബർ വെച്ചതാ. ഇരട്ടേന്ന് പാലെടുക്കുന്നത് എല്ലാരും ഓരോ തരത്തിലാണ് എടുക്കുന്നത്. അച്ഛൻ എല്ലാ വിരലും ഇട്ടാണ് എടുക്കുന്നത്. ഞാൻ ഒറ്റ വിരൽ മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ എടുക്കുന്നതാണ്. ഇതാണ് പുകപ്പുര. നമ്മൾ ഷീറ്റ് അടിച്ച് പുറത്തൊരു ദിവസം ഇട്ട് ഉണക്കി പിന്നെ ഈ പുകപ്പുരയിലിട്ട് പുകയും കൊള്ളിച്ചാണ് ഉണക്കുന്ന കേട്ടോ. അങ്ങനെ ഇത് ആപ്പൻ ചെത്തിക്കാണിക്കുന്നതാണ്. ഇവരെല്ലാം റബ്ബർ ടാപ്പിങ്ങിന്റെ ക്ലാസ്സിന് പോയിട്ടാണ് ഇതൊക്കെ പഠിച്ചത്. ഇത് പട്ടമരപ്പ് വന്ന റബ്ബർ ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്തുനിന്ന് പാല് വരാത്തെ. തൊട്ടുപാല് വരുന്നതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചെത്തിയ മരത്തിൽ ചെത്തുന്നതാണ്. പാലെടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അരിക്കലാണ്. കാരണം അതിനകത്ത് കുറെ പൊടികളും ഇലകളും എല്ലാം കാണും. പിന്നെ ഈ ചിരട്ടയിൽ പറ്റിപ്പിടിച്ച ഒച്ചൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് ഈ പാലിനകത്ത് വീണിട്ടുണ്ടാവാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ പാല് ആസിഡ് ഒഴിച്ച് കട്ടയാക്കലാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ പറയും. 50 ലിറ്ററിന്റെ ക്യാനാണ്. ഇതിൽ 1 ലിറ്റർ ആസിഡ് കൂട്ടി യോജിപ്പിച്ച് അച്ചതാണ്. അതിലേക്ക് നമ്മളിങ്ങനെ ഒഴിക്കില്ല, എല്ലാവരും ഇങ്ങനെയല്ല ഒഴിക്കല്. അതിന് 200 മില്ലി ആസിഡ് ഒഴിച്ചു. 1 ലിറ്റർ വെള്ളം ഒഴിച്ചു. വെള്ളം ചേർക്കുന്നത് പാലിൻ്റെ നേർപ്പിനനുസരിച്ചിട്ടാണ്. നേർത്ത പാലായതുകൊണ്ട് വെള്ളം കുറച്ചെടുക്കുന്നുണ്ട്. 2 ലിറ്ററിൻ്റെ വെള്ളം എടുക്കുന്നുണ്ട്. പാലും 2 ലിറ്റർ പാലും. ആദ്യം ആസിഡ് ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അന്നേരം തന്നെ അത് നല്ലോണം നിർത്തും. അതിന് ശേഷമാണ് പാൽ വെക്കുന്നത്. അപ്പോൾ ഈ ഇളക്കുന്നതിന് കുറച്ച് മാറ്റം വരും. അധികം ഇളക്കണ്ട, യോജിക്കും. അങ്ങനെ ഈ ആസിഡ് കൂട്ടി വെച്ച പാല് ഒരു 4-5 മണിക്കൂർ കൊണ്ട് സെറ്റാവും. അത് വന്ന് പിന്നെ ഷീറ്റ് അടിക്കുവാന്ന് ചെയ്യുന്നട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ ബൈ.